നമസ്കാരം. കുടുംബവിളക്ക് പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ കുടുംബവിളക്കിൽ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്, മറ്റാരുടെ അല്ല, സിദ്ധാർത്ഥിന്റെ വരവ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ പ്രൊമോയിൽ നമ്മൾ കണ്ടു സിദ്ധാർത്ഥ് വരുന്നത് കാണിക്കുന്നുണ്ട്. ഈ ആഴ്ചത്തെ പ്രൊമോയിലും അതേപോലെ സിദ്ധാർത്ഥ് വരുന്നത് കാണിക്കുന്നുണ്ട്. സിദ്ധാർത്ഥിന്റെ ലുക്കിലും ഭാവത്തിലും ഒക്കെ മാറ്റമുണ്ട്. പഴയ സിദ്ധാർത്ഥിനെ പോലെയല്ല, ആൾ കുറച്ചും കൂടി റിച്ച് ആയതുപോലെയാണ് ഈ ഒരു സിദ്ധാർത്ഥിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും സിദ്ധാർത്ഥിന്റെ വരവിന് വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ സുമിത്ര എന്തായാലും അനിരുദ്ധിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ശീതളുടെ ലൈഫിനെ കുറിച്ച് ഓർത്ത് സുമിത്ര ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. അത് സരസ്വതി അമ്മയോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സരസ്വതി അമ്മ, നീ പേടിക്കാതിരിക്കും, നീ അതിൽ പോയി ഇടപെടല്ലേ, ശീതളിന്റെ ലൈഫ് അവരെല്ലാം നോക്കിക്കോളും എന്നുള്ള ഒരു രീതിയിലൊക്കെ സംസാരിച്ച് നിർത്തുന്നുണ്ട്. പിന്നെ ദീപു ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ദീപു കാരണം പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. മക്കളെ സുമിത്രേച്ചിയും മക്കളും ഒരുമിക്കാതെ നോക്കണം. മാത്രമല്ല പങ്കജിന് കൊടുത്ത് വാക്കും പൈസ കുറെ മേടിച്ചുകൊണ്ട് സ്വന്തം മകന്റെ ഇഷ്ടങ്ങൾ പോലും പൈസയ്ക്ക് മുമ്പിൽ മാറ്റിവെക്കേണ്ടി വന്നിരിക്കുകയാണ് ദീപു എന്തായാലും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. കാരണം അപ്പുവിൽ നിന്നും പൂജയെ അകറ്റാൻ ദീപു തന്നെ ഇടയിൽ നിന്ന് കളി തുടങ്ങിയിരിക്കുകയാണ്. പങ്കജിനോട് ചേർത്ത് വെക്കും പൂജ എന്നുള്ള വാക്കും പങ്കജിന് ദീപു കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അവിടുന്ന് കുറേ പൈസകൾ ഇങ്ങനെ ചാക്കിട്ട് പിടിക്കാനുണ്ട്. പൈസയ്ക്ക് മേൽ തൻ്റെ സ്വന്തം മകനെ വരെ മാറ്റി നിർത്തുന്ന, സ്വന്തം മകൻ്റെ ഇഷ്ടം വരെ എടുത്തു മാറ്റുന്ന ഒരു അച്ഛനായിട്ട് മാറുകയാണ് ദീപു അവിടെ. എന്തായാലും സുമിത്ര അങ്ങനെ അടങ്ങിയിരിക്കുന്നില്ല. കാരണം അനിരുദ്ധിൻ്റെ അടുത്ത്, പിന്നെ മാത്രമല്ല അനിരുദ്ധിനോട് തൻ്റെ സ്വരമോള് ടീച്ചറമ്മയെ പോലെയാണ് അച്ഛൻ്റെ അമ്മ അച്ഛമ്മയെന്ന് തുറന്നു പറയുന്ന ഒരു ഇത് നമ്മൾ പ്രൊമോയിൽ കണ്ടതാണ്. അപ്പോൾ ആ പ്രൊമോയിൽ കണ്ടതൊക്കെ നമുക്കിനി കാത്തിരിക്കാം. കാരണം സിദ്ധുവിൻ്റെ വരവ് ആകെ മാറ്റിമറിക്കുമെന്ന് നമുക്കറിയാം. കാരണം സിദ്ധു നേരെ കാണാൻ വരുന്നത് അനിരുദ്ധിനെയാണ്. അപ്പോൾ അനിരുദ്ധിനെ കാണുന്നുണ്ട്, അതുപോലെ സുമിത്രയെ കാണുന്നുണ്ട്. അപ്പം എന്തായാലും സിദ്ധു വഴി മക്കളെല്ലാം ഒരുമിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്നും പരമശിവവും രഞ്ജിതയും കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കില്ല. അപ്പോൾ അവർ കളത്തിലിറങ്ങി നേരിട്ട് യുദ്ധം വരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. എന്തായാലും ഈ ആഴ്ചത്തെ പ്രൊമോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു അടിപൊളി എപ്പിസോഡായിരിക്കും ഈ ആഴ്ച നമുക്ക് വേണ്ടി കുടുംബവിളക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം വളരെ നല്ല രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. കാരണം പൂജ സുമിത്രയ്ക്കൊപ്പമുണ്ട് അനിരുദ്ധിനെ കണ്ടുപിടിക്കാൻ. മാത്രമല്ല സുമിത്ര ആ വീട്ടിൽ, രഞ്ജിതയുടെ വീട്ടിൽ നിൽക്കുന്നത് പല ലക്ഷ്യത്തോടും കൂടിയാണെന്നുള്ളതൊക്കെ പുറത്തു വരികയാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.